ഈ താലി ഞങ്ങളുടെ ഇതില് താലി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്കത് കെട്ടിത്തരുന്നത്. ഇത് എന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് സ്വീകരിക്കാനും. അപ്പൊ അങ്ങനെ ഒരു അടയാളം വേണ്ട. പുള്ളി എന്റെ കൂടെ ഉണ്ട്, അതിന് മക്കളും ഉണ്ട്. അതിനിപ്പോ ഒരു സ്വർണത്തിന്റെ താലിയോ കുരിശോ അങ്ങനെ അതൊന്നും ആവശ്യമില്ല. ഒരു ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊടുത്തത്. ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ജയിലിലായത്. ക്ഷമ എന്താണല്ലോ. അപ്പൊ എവിടെ നോക്കിയാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അബ്ദുൾ റഹീമാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം മൂപ്പര് മര്യാദക്കൊന്നും ഇരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും വീട്ടിലെ ഓൺലൈൻ മീഡിയക്കാരും മാധ്യമങ്ങളും ഒക്കെയാണ്. എല്ലാവർക്കും മൂപ്പര് മാറി മാറി ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരോടും പിന്നെ പുള്ളിക്കാരൻ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആരെയും മൂപ്പര് മടക്കി പറഞ്ഞയക്കുന്നില്ല. എല്ലാവർക്കും മൂപ്പര് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു അബ്ദുൾ റഹീം മയം തന്നെയാണ്. അപ്പോ ഇപ്പൊ ഇന്റർവ്യൂ റീസെന്റ് കൊടുത്ത ഇന്റർവ്യൂവിന്റെ താഴത്തൊക്കെ കുറെ കമന്റുകൾ വരാൻ തുടങ്ങി. ഇനിയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുന്നത് അവസാനിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു. കാരണം നിങ്ങൾക്കറിയാലോ, ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നെഗറ്റീവ് വരും. അതുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ പറയുന്നത്. അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും നിർത്താൻ പറ്റുന്ന പരിപാടിയല്ല ഈ ഇന്റർവ്യൂ കൊടുക്കൽ. കാരണം എന്താന്ന് വെച്ചാൽ 32 കോടിയാണ് സൗദി ഗവൺമെന്റിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശേഖരിച്ച് അയച്ചു കൊടുത്തത്. തൂക്കുകയറിന് മുന്നിൽ നിന്നാണ് അബ്ദുൾ റഹീം രക്ഷപ്പെട്ടു വന്നത്. അത്രയും പണം സമാഹരിക്കാൻ ഒരു കാരണക്കാരെന്ന് പറയുന്നത് ഈ മീഡിയക്കാർ തന്നെയാണ്. അവര് കൃത്യമായി ന്യൂസുകൾ നൽകിയത് കൊണ്ടല്ലേ ആളുകൾ എല്ലാവരും ഈ കാര്യം അറിഞ്ഞത്. ആളുകളെല്ലാം കൂടി ചേർന്ന് 32 കോടി രൂപ ഉണ്ടാക്കിയതും അതുകൊണ്ട് തന്നെയല്ലേ. മാധ്യമങ്ങൾ കൃത്യമായിട്ട് പണിയെടുക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. സോ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് മാധ്യമങ്ങൾ നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചോദിച്ചു വരുമ്പോഴത്തേക്ക് എങ്ങനെ തരില്ലെന്ന് പറയാൻ പറ്റും? അങ്ങനെ തരില്ലെന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായിട്ടും അതൊരു നന്ദികേടല്ലേ. പിന്നെ ഒരുപാട് ആളുകൾക്കിടയിൽ നന്ദികേട് കാണിക്കുന്ന ഒരു പിന്നെ വ്യക്തിയായിട്ട് മാറും അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആര് തന്റെ അടുത്ത് പിന്നെ ഇന്റർവ്യൂവിന് വന്നാലും ഇന്റർവ്യൂ കൊടുക്കും. ഒരുപാട് ഇന്റർവ്യൂ ഞാൻ അബ്ദുൾ റഹീമിന്റെ കണ്ടു. ആ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒരു കാര്യങ്ങളും വിട്ട് സംസാരിക്കുന്നില്ല. അത് നല്ലൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ്. പറയേണ്ട കാര്യങ്ങൾ മാത്രമേ മീഡിയക്ക് മുന്നിൽ പറയുന്നുള്ളൂ. പറയേണ്ട കാര്യങ്ങൾക്ക് മാത്രം ആൻസർ കൊടുക്കും. പറയേണ്ടാത്തതാണെങ്കിൽ മൂപ്പരങ്ങ് തട്ടി മാറ്റും, അത്രേ ഉള്ളൂ. ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്ത് കാണും ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇന്ന രീതിയിൽ വേണം സംസാരിക്കാനെന്ന്. അതനുസരിച്ചായിരിക്കും മൂപ്പര് സംസാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇന്നലെ ഒരു വാർത്ത എന്റെ കണ്ണിൽ പെടാനിടയായി. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഏതോ ഒരു ഷോപ്പിൽ ജോലി ചെയ്താണ് പുള്ളിക്കാരി ജീവിക്കുന്നത്. ഇവരുടെ ഭർത്താവ് എന്തോ കൂലിപ്പണിക്ക് എന്തോ പോവുകയാണ്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ 2 കുട്ടികളും ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് ഇവർ ഈ വാർത്ത കേട്ടത്. ഈ 32 കോടി രൂപ വേണം അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനെന്നുള്ള വാർത്ത കേട്ടത്. അങ്ങനെ ഇവര് ഈ വാർത്ത കേട്ട ഉടനെ തന്നെ ആകെ ആകെ ഉണ്ടായിരുന്ന ഒരു താലിമാലയും ഒരു കുരിശുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഈ അബ്ദുൾ റഹീം ഫണ്ടിലേക്ക് സംഭാവന കൊടുത്തു. എന്താല്ലേ ഈ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സോഫിയ എന്നെങ്ങാണ്ടോ ആണ് ഇവരുടെ പേര്. എന്തായാലും അവരുടെ ഒരു ബൈറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. തന്റെ ജീവിത പ്രയാസങ്ങൾക്കിടയിൽ നിന്നും സ്വന്തം താലിയും അതുപോലെ തന്നെ കുരിശും അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി നൽകിയ ഒരു കരുനാഗപ്പള്ളിക്കാരിയുണ്ട്. വാടക വീട്ടിലാണ് നിലവിൽ. 3 സെന്റ് വസ്തു മാത്രമാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ജീവനപ്പുറം മറ്റൊന്നുമേ ആലോചിച്ചില്ല. തന്റെ ജീവിത പ്രയാസങ്ങളൊന്നും തന്നെ ആ സമയത്ത് ആലോചിച്ചില്ല. ഇല്ല, അത് ശരിക്കും ഒരു വീഡിയോ കണ്ടിട്ടാ ഞാൻ അത് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ആ ഉമ്മേന്റെ കരച്ചിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഒരു സ്ത്രീ പോലും താലി കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷെ ആയുണ്ടായിരുന്ന സമ്പാദ്യം അതായിരുന്നു, അതുകൊണ്ടത് കൊടുത്തു. അതെ, എനിക്കാണെങ്കിൽ അതിന് മുമ്പ് ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി. ഒരു മരണം മുന്നിൽ കണ്ട ഒരാളാണ്. അപ്പൊ വേറെ പൈസ ആയിട്ട് കൊടുക്കാൻ എന്റെ കയ്യിൽ അപ്പൊ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ഇതും കൊടുക്കുകയാണ് ചെയ്തത്. മനുഷ്യജനേക്കാൾ വലുതല്ല തന്റെ പ്രയാസങ്ങളെന്ന് തിരിച്ചറിവാണോ സോഫിയ അതിലേക്ക് നയിച്ചത്? എന്റെ ഈ താലി ഞങ്ങളുടെ ഇതില് താലി എന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്കത് കെട്ടിത്തരുന്നത്. ഇത് എന്റെ സ്നേഹത്തിന്റെ അടയാളമായിട്ട് സ്വീകരിക്കാനും. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ അടയാളമായിട്ടാണ് ഈ താലിമാല കാണുന്നത്. ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഒരു പെണ്ണും താലിമാല ഊരി കൊടുക്കാറില്ല. അങ്ങനെയുള്ള ഒരാള് പിന്നെ താലിമാല ഊരി കൊടുക്കുന്നെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ആ മനസ്സിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ഒരു അടയാളം വേണ്ട. പുള്ളി എന്റെ കൂടെ ഉണ്ട്, അതിന് മക്കളും ഉണ്ട്. അതിനിപ്പോ ഒരു സ്വർണത്തിന്റെ താലിയോ കുരിശോ അങ്ങനെ അതൊന്നും ആവശ്യമില്ല. ഒരു ജീവൻ രക്ഷപ്പെടുന്നെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചു കൊടുത്തത്.
ഒടുവിൽ അബ്ദുൾ റഹീം നാട്ടിലെത്തിയപ്പോൾ അബ്ദുൾ റഹീം സോഫിയെ വിളിച്ചു കഴിഞ്ഞ ദിവസം അല്ലെ? സോഫിയെ വിളിച്ചു. അപ്പോഴെന്താണ് ആ മൊമെന്റിൽ തോന്നിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എനിക്ക് ശരിക്കും ഒന്നും പറയാൻ തോന്നി. പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വന്നത്. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഓടി വന്ന് കൂട്ടത്തിലുള്ളവരൊക്കെ പറ്റി എനിക്ക് കോള് വരുന്നു. പക്ഷെ അത് എടുക്കാനുള്ള ഒരു ഇതില്ല. പെട്ടെന്ന് എടുത്തു. പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ട സന്തോഷം, വന്ന് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലേക്ക് എത്തി അബ്ദുൾ റഹീമിന് എത്തിയത് വലിയ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. സോഫിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് 3 സെന്റ്. ആ 3 സെന്റിൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന വാടക വീട്ടിലേക്കാണ്. ജീവിത ചെലവിന് നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന ദിവസത്തെ കൂലി മാത്രമാണുള്ളതാകെ. അത് ശരിക്കും അന്നത്തെ സമയത്ത് അതൊന്നും ഓർത്തില്ല. എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനത് ആളുകൾക്ക് കൊടുക്കും. ഇങ്ങനെ എന്തെങ്കിലും ചാരിറ്റി വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഒരു മനുഷ്യന് ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് ജാതിയോ മതമോ ഒന്നും നോക്കാതെ കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും ഈ മതസൗഹാർദ്ദം എന്നും ഇവിടെ നിലനിൽക്കട്ടെ. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അപ്പോ ഈ അബ്ദുൾ റഹീം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ സോഫിയെ വിളിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. സോഫിയ അല്ലാണ്ട് പിന്നെ ആരെയാണ് അബ്ദുൾ റഹീം വിളിക്കുക അല്ലെ? അപ്പൊ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടെന്ന് പറഞ്ഞില്ല. ആ കൂട്ടത്തിൽ ഈ വെറൈറ്റി മീഡിയയുടെ ഒരു ഇന്റർവ്യൂ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം ജയിലിനകത്ത് കിടക്കാന്ന് പറയുമ്പോഴേ നമ്മളൊക്കെ ഏതൊരാളും ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ മനസ്സ് മടുക്കും. മുന്നോട്ട് എങ്ങനെ പോകണം, എങ്ങനെ ഞാൻ ജീവിക്കുന്നുള്ളൊരു ഐഡിയ ഇല്ലാണ്ട് മനസ്സ് മടുത്തു പോകുന്ന ആളുകളാണ് കൂടുതലും. അവരുടെ ഇടയിലാണ് ഇങ്ങനൊരു അവസ്ഥയിലും മുന്നോട്ട് പോകാൻ എന്തായിരുന്നു ഒരു പ്രചോദനം? യാതൊരു രക്ഷയില്ല. അടച്ചിട്ട റൂമില് എല്ലാവരും ഒരുപോലെ പോയേ പറ്റൂ. വാതിൽ തുറന്നു കാണില്ല, ഇറങ്ങി പോയിട്ടു. പക്ഷെ ഒരു മനോധൈര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പിടിച്ചു നിന്നത്? എങ്ങനെയാ പറ്റൂ? സ്വാഭാവികമായിട്ടും ജയിലിൽ എന്റെ കൂടെ 10-75 പേരുണ്ട്. എല്ലാവരും പുള്ളി എത്തി. പിന്നെ എല്ലാവരും ഒരുപോലത്തെ കേസുകളും, ഒരുപോലെ ഡ്രസ്സ്, ഒരുപോലത്തെ ഭക്ഷണം. സാഹചര്യം ഒരാഴ്ച 2 ആഴ്ച കുറച്ച് ടെൻഷനും. പിന്നെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് പെട്ടുപോകുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞു പോകുന്ന സമയത്ത് ആ മനുഷ്യൻ ആ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ആവും എന്നുള്ളതാണ്. നമ്മുടെ നജീബിന്റെ ആടുജീവിതം ഇല്ലേ, അതുപോലെ. എന്തായാലും അബ്ദുൾ റഹീമിന്റെ ജയിൽവാസവും അതുപോലെ തന്നെ ആടുജീവിതത്തിലെ നജീബിന്റെ കാര്യവും ഏകദേശം ഒരു സെയിം സിറ്റുവേഷൻ ആണ്. ആടുജീവിതത്തിലെ നജീബിന്റെ അവസ്ഥ എന്താണ്? ആടുകളെ മേയ്ക്കുന്നിടത്ത് പുള്ളിക്കാരൻ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി. പിന്നെ ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതോടെ നജീബ് എന്തായി? ആടുകൾക്കിടയിലുള്ള ഒരാളായി മാറി. അതുപോലെയൊക്കെ തന്നെയാണ് അബ്ദുൾ റഹീമിന്റെ അവസ്ഥയൊക്കെ തന്നെ എന്ന് പറയുന്നത്. എത്ര വർഷമാണ് ഈ മനുഷ്യൻ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിഞ്ഞത്? 20 വർഷം. ഒരു ശരാശരി മനുഷ്യന്റെ 1/3 ഭാഗം ജയിലിൽ ചെലവഴിക്കേണ്ടി വന്നു. അത് നല്ല പ്രായം. 23-ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് പുള്ളിക്കാരൻ ജയിലിൽ കയറിയത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രായത്തിലാണ് പുള്ളി അത്രയും നാൾ അവിടെ കഴിച്ചു കൂട്ടിയത്. തിരിച്ചിറങ്ങുന്ന 43 വയസ്സുള്ളപ്പോഴാണ്. എന്തായാലും ഇനിയെങ്കിലും ഇത്രയൊക്കെ ആണെങ്കിൽ കൂടി ഇനിയും ജീവിതം എത്തിപ്പിടിക്കാൻ പറ്റും കേട്ടോ അബ്ദുൾ റഹീം. ഇനിയും ജീവിതം ഒരുപാട് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. എന്നാലും യുവത്വം മുഴുവനും ജയിലിൽ ചെലവഴിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ എന്നാലും ആ ഒരു മനോധൈര്യമാണ് ശരിക്കും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. ദൈവ വിശ്വാസിയാണ്. ഓക്കെ. ആ ഒരു സമയത്ത് ഇവിടെ വീട്ടുകാരെങ്ങനെയായിരുന്നു ജീവിച്ചത്, അതല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തതൊക്കെ? എന്താ ഒരു ആശ്വാസവാക്ക് പറയുമായിരുന്നു വിളിക്കുമ്പോൾ? ശരിയാവും, സബു വെയിറ്റ് ചെയ്യും. അങ്ങനെ ക്ഷമ, സബൂർ എന്നൊരു ക്ഷമ. ആ ക്ഷമാണ് ഇപ്പൊ ഇത്രയും മുന്നോട്ട് എത്തിച്ചത്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പോയത് എനിക്കാണ്, ഇത്രയും വർഷങ്ങൾ പോയി. ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് ജയിലിലായത്. ജയിലിലായതുകൊണ്ട് ക്ഷമ എന്താണല്ലോ പഠിച്ചു. ഇപ്പൊ ഈ ക്ഷമ എന്തിനും ഏതിനും ക്ഷമിച്ച്. ഏറ്റവും വലിയൊരു പാഠം ക്ഷമ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും. കേട്ടില്ലേ? ഈ ഒരു പോയിന്റാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കാരണം, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ക്ഷമയില്ലായ്മ കാരണം കുറെ വർഷങ്ങൾ പോയ ഒരു വ്യക്തിയാണ് അബ്ദുൾ റഹീം. എന്തായാലും നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് അബ്ദുൾ റഹീം എന്തുകൊണ്ടാണ് ജയിലിൽ പോയത് എന്നുള്ള കാര്യം. ആ കുട്ടിയെ മനഃപൂർവ്വമാണ് കൊന്നതെങ്കിൽ തൂക്കി കൊല്ലുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഇത് മനഃപൂർവ്വം സംഭവിച്ച ഒരു കൊലപാതകം അല്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആ ഒരു ഇതിന്റെ ശിക്ഷ, ആ ഒരു കുട്ടിയെ അബദ്ധത്തിൽ കൊന്ന ആ ഒരു ശിക്ഷ എന്തായാലും പുള്ളിക്കാരൻ 20 വർഷം ജയിലിൽ കിടന്ന് അനുഭവിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ സംഭവിച്ച ഒരു കൊലപാതകം, അതിൽ 20 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ധാരാളമാണ്. എന്തായാലും 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ ക്ഷമ എന്താണെന്നുള്ളത് അബ്ദുൾ റഹീം പഠിച്ചു കഴിഞ്ഞു.
ഇനി എന്തായാലും അബ്ദുൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും അബ്ദുൾ റഹീമിന്റെ മുഖത്ത് അടിച്ചാൽ പോലും അബ്ദുൾ റഹീം പ്രതികരിക്കില്ല. കാരണം ഒരു തവണ അങ്ങനെ പ്രതികരിച്ചതിനാണല്ലോ 20 കൊല്ലം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നത്. എന്തായാലും ക്ഷമ എന്താണെന്നുള്ളത് അബ്ദുൾ റഹീമിന്റെ ജീവിതം തന്നെ അബ്ദുൾ റഹീമിന് പഠിപ്പിച്ചു കൊടുത്തു. അത് കാണുന്ന നമുക്കും ഒരു പാഠമാണ്. അതുപോലെ തന്നെ മാതൃഭൂമി ന്യൂസിലും പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ കണ്ടു. കൂടെയുള്ള ആളുകൾക്കൊക്കെ ഈ വധശിക്ഷ ഒക്കെ നടപ്പാക്കിയിട്ടുണ്ടാവുമല്ലോ നിങ്ങളവിടെ സമയത്ത്, അതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവോ? ചിലർക്ക് കൊണ്ടുപോകുന്നേ അറിയാൻ പറ്റും, ചിലർക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അറിയാൻ പറ്റും. അറിയോ നിങ്ങൾ ചെയ്തു ഇങ്ങനെ ആളുകളെ ചെയ്തു എന്നൊക്കെ? അതൊക്കെ അതിന് ഒരു മാസം മുമ്പ് അറിയാൻ പറ്റും. അതിന്റെ മുമ്പ് പേപ്പർ വർക്കുകളെല്ലാം ശരിയാക്കാനും ഫോട്ടോസ് എല്ലാം എടുക്കും, ഫിംഗർ എല്ലാം എടുക്കും. ഏത് ദിവസം എന്നുള്ളത് ചില ആൾക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച ഉണ്ടാവും, ഏത് നിമിഷം ഉണ്ടാവും. പിന്നെ അതെല്ലാം റെഡി ആയിരുന്നു. അവസാന നിമിഷം ഫോട്ടോ എടുക്കലും ഫിംഗർ വെക്കലും എല്ലാം കഴിഞ്ഞ് നിൽക്കാണ്. ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു. ആ സമയത്താണ് എന്റെ കൂടെ എടുത്ത ഫിംഗർ എടുത്തിലെ ഒരുപാട് ആൾക്കാരെ വധിച്ചു നടപ്പാക്കി. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലെ. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നാളെ തൂക്കിലേറ്റും മറ്റന്നാൾ തൂക്കിലേറ്റോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തൂക്കിലേറ്റോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്നാണ് അബ്ദുൾ റഹീം രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. നമുക്ക് അറിയാത്തോണ്ടാണ്. ഇപ്പൊ ഇവിടുത്തെ ആളുകൾക്കും വലിയ പരിചയം ഉണ്ടാവില്ല. എങ്ങനെയാണ് അവിടുത്തെ വധശിക്ഷന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാ? അത് ആർക്കും കാണാൻ കഴിയില്ല. ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിൽ അവനെ മാത്രം കൊണ്ടുപോകുന്നത്. പിന്നെ ആ വ്യക്തി തിരിച്ചു വരില്ല, എന്നെ പറയാനുള്ള അവസരം നൽകില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ നാളെയാണ് ഒരാളുടെ എങ്കിൽ ഇന്ന് അതിന്റെ മുന്നോടിയായിട്ടുള്ള പ്രൊസീജിയറോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല? അത് ഒരു മാസം മുമ്പേ അല്ല 2 മാസം മുമ്പേ ഫോട്ടോസും മറ്റേ ഫിംഗർ പ്രിന്റ് എല്ലാം ശരിയാക്കും. പിന്നീട് 6 മാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ നാളാണ് സമയത്ത് ആ സമയത്ത് അവര് വന്ന് വിളിക്കും. ഇപ്പൊ ഒരു ദിവസം മുമ്പ് വരും, പക്ഷെ അവനോട് പറയില്ല. മറ്റേ ഒരു 2-3 ഉദ്യോഗസ്ഥന്മാർ വരും. എന്താണ് എന്റെ പേര്, എന്താ എന്റെ പേര്, എന്താ പ്രശ്നം ഒക്കെ ഹാലാണ് നോക്കിയിട്ട് പോവും. സ്കെച്ച് ഓരോ സമയത്ത് ഓരോ മോഡലാണ് സ്കെച്ച് എടുത്തത്. ആ സമയമാകുമ്പോൾ ഒന്ന് വിളിക്കും. ചിലപ്പോൾ വന്ന് വിളിക്കും ഡോറിലോട്ട്, അല്ലെങ്കിൽ അകത്ത് വന്നിട്ട് എടുത്തോണ്ട് പോകും. ഈ വധശ്രമ കേസിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണോ അവിടെ കാര്യങ്ങൾ? ഇപ്പൊ എല്ലാ കേസും തന്നെ സെപ്പറേറ്റ് ആക്കി. ആദ്യമെല്ലാം ഒരുമിച്ചായിരുന്നു, ചെറിയ കേസും വലിയ കേസും. ഇപ്പൊ വധശിക്ഷകളിലും കൊലപാതക കേസെല്ലാം സെപ്പറേറ്റ് ആണ്. പിന്നെ നമ്മൾ കുറെ കാലം ജയിലിൽ കിടന്നപ്പോഴേ ഇനി രക്ഷപ്പെടില്ല എന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ടാവോ അല്ലേ മനസ്സിലെ? അപ്പൊ അതിനെ നിങ്ങൾ പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ മനസ്സിലെ? പറഞ്ഞിട്ട് ഇനി രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവില്ല തവക്കൽ തലല്ല എന്ന് പറഞ്ഞ് വരുന്നിടത്തേക്ക് കാണാം. കുറെ കാലം വീട്ടിലോട്ടും വിളിച്ചില്ലായിരുന്നു, നാട്ടുകാരും വിളിച്ചില്ല, ആരും വിളിക്കില്ല. എല്ലാം നിരാശപ്പെട്ടിട്ട് ഇരുന്ന സമയമുണ്ട്. യാതൊരു പുറലോകം ബന്ധപ്പെടാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. സഹായിക്കുന്നവരോടും ചില സമയത്ത് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ സഹായം എവിടെ എത്തി, വർഷങ്ങളോളം നീണ്ടു പോവാണ്. പിന്നെ മനസ്സ് മാറും. ചില നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ പലവാദം തെറ്റിദ്ധാരണകൾ കേൾക്കും. അവസാനം കലങ്ങി തെളിഞ്ഞ് ശുഭമായിട്ട് അവസാനിച്ചു അല്ലെ. ഇപ്പോഴിതാ 20 വർഷത്തോളം പുറം ലോകം പോലും കാണാത്ത മനുഷ്യൻ, തൂക്കി കൊല്ലുമെന്ന് വിധിക്കപ്പെട്ട മനുഷ്യൻ നമുക്ക് മുന്നിൽ വന്നിട്ട് സംസാരിക്കുകയാണ്. അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ്. എന്തായാലും നിലവിൽ ഇപ്പൊ അബ്ദുൾ റഹീമിന്റെ പെണ്ണ് നോക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത്. ഉപ്പയില്ലാത്ത അനാഥരായിട്ടുള്ള പെൺകുട്ടികൾക്കാണ് പരിഗണന. എന്തായാലും ഉടനെ തന്നെ അബ്ദുൾ റഹീമിനെ കെട്ടിച്ചയക്കാനുള്ള തന്ത്രപ്പാടിലാണ് അബ്ദുൾ റഹീമിന്റെ ഉമ്മ. അതെന്തായാലും നന്നായി. ഇത്രയും കാലം ജയിലിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞതല്ലേ, ഒരു ദാമ്പത്യ ജീവിതമൊക്കെ മൂപ്പര് കൊതിക്കുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്നൊക്കെ കല്യാണമൊക്കെ നടക്കട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.